ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈദിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പുഡിങ്ങൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വലിയൊരു പാത്രത്തിൽ 2 ലിറ്റർ പാല് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഒരു 5-6-8 സ്പൂണോളം എടുത്തിട്ടുണ്ട്. നാളൊക്കെ അല്ലേ, അപ്പോൾ കൂടുതലായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര കൂടുതൽ എടുത്തിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ച് കലക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം പാല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മിൽക്ക് മേഡൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഇത് മതിയാവും. ഇല്ലെങ്കിൽ ആവശ്യമായിരുന്നെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 400 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ പകുതി പിന്നെ ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ കസ്റ്റാർഡിന് ഉണ്ടാക്കാത്തവരാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച ആ കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കുകയും പിന്നെ എപ്പോഴും പറയുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പുഡിങ്ങിൻ്റെ വീഡിയോ തന്നെ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കാണാത്തവരൊക്കെ ഒന്നങ്ങനെ കുറുകി പരുവമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് ക്യാരറ്റ് വേവിച്ചെടുക്കാനിട്ടത്. ഇനി ഇത് മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കാൻ കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പാനിലിട്ടിട്ട് കുറുക്കിയെടുക്കാൻ കേട്ടോ ചെയ്യണത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഉള്ളവർ 2 ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നന്നായി തിളച്ച് കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഞാൻ 2-3 ഏലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏലക്ക ഇല്ലാത്തവർ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇളക്കി കൊടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ വലിയ പാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. നല്ല ടൈറ്റ് ആവുന്നത് വരെ കുറുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറാൻ വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ബോളാക്കിയെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. എന്നിട്ടും എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാൽപ്പൊടിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സിയിൽ കുറച്ച് അത് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് കുറച്ചെടുത്ത് ഒഴിച്ച് കൊടുത്ത് ഒരു തിക്കായിട്ട് ഉള്ളൊരു ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല കട്ടിയായി തോന്നിയപ്പോൾ കുറച്ച് പാലൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബ്രെഡിൻ്റെ. എപ്പോഴും പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡ് കട്ട് ചെയ്യണം നല്ലതാണ് കേട്ടോ. ബ്രെഡ് കത്തിരി കൊണ്ടായപ്പോൾ സ്പീഡാവണില്ല എന്ന് തോന്നി, അപ്പോൾ കത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ ബ്രെഡും. എൻ്റെ പ്ലേറ്റിൽ നിരത്തി കൊടുക്കാനുള്ളതാണ് കേട്ടോ.
അങ്ങനെ മുഴുവൻ ബ്രെഡും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുഴിയുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നല്ല കുഴിയുള്ള ട്രേ ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ബ്രെഡിന് മുകളിൽ നമ്മളുണ്ടാക്കി വെച്ച കസ്റ്റാർഡും പാൽപ്പൊടിയും ചേർത്ത മിക്സിൽ അത് ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിൽ ഒരു ബ്രെഡും കൂടി വെച്ചതിന് ശേഷം നടുക്കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് പാത്രത്തിൽ. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ട്രയലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ക്യാരറ്റിൻ്റെ ബോൾസ് ആക്കിയെടുക്കാണ്ടല്ലോ, അതാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേശ്ശെ എടുത്ത് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലൊക്കെ ആക്കിയിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് എല്ലാ ബോൾസും ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ അത് മുഴുവനായിട്ട് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ നട്ട്സൊക്കെ ഉള്ളവർ നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബദാം അങ്ങനെയുള്ള നട്ട്സുകളൊക്കെ നുറുക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. അനാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ നട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു പുഡിങ് കൂടി ചെയ്യാനുള്ളതുകൊണ്ട് അതിലേക്ക് നട്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തില്ല. അങ്ങനെ മിക്സ് ചെയ്യാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ട്രേയിലേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ബോൾസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ബോൾസുകൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പാത്രത്തിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് നല്ല തിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാറിയത്. അത് ഞാൻ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് അതിന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പാത്രം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ കാരമൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചൂടായ തീ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണേ, ലോ ആയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് പഞ്ചസാര അലിയുന്നത് വരെ നിൽക്കുക. അലിഞ്ഞ് കളർ ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കാഷ്യൂ ഉള്ളവർക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട്, കാഷ്യും കൂടി ഉണ്ടെങ്കിൽ. അങ്ങനെ ഇതും കാരമലിട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കുക കേട്ടോ. ഇതിന് ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്യണത്. അങ്ങനെ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചൂട് തണിഞ്ഞതിന് ശേഷം ഇത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്, ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇങ്ങനെ കാരമൽ ചെയ്തെടുക്കുക. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതും പഞ്ചസാര കളർ മാറി മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായി മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി അതിൽ മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാൻ
ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ബട്ടർ ഇതിൽ നന്നായി മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പാൽ ഒഴിച്ചത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ട കുത്തും പ്രശ്നമില്ല, അതൊക്കെ അലിഞ്ഞോളൂ കേട്ടോ. ചൂടായി വരുന്നതിനനുസരിച്ച് ഇങ്ങനെ അലിഞ്ഞ് വന്നോളൂ ഫുള്ളും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കാരമലിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചാൽ. ബട്ടർ സ്കോച്ച് മിഠായിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അങ്ങനെ ഈ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കസ്റ്റാർഡിൻ്റെ മിക്സ് ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബോൾസ് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പുഡിങ്ങെന്ന്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ബ്രെഡ് പുഡിങ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ സോസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ കാരമലും ബദാമും ഇട്ട് ഇതാക്കി വെച്ചത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബട്ടർ സ്കോച്ച് പുഡിങ്ങിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ വിപ്പിംഗ് ക്രീമായി ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉള്ളവർ ഈ സമയത്ത് ഇതിലേക്ക് 2 ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ ഇതിലേക്ക് ആ ക്രീം സോസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഉണ്ടാക്കിയില്ലേ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് പോലെ വിപ്പിംഗ് ക്രീമും കാരമലൊക്കെ ചെയ്തിട്ട് ഒഴിച്ചില്ലേ, അല്ല ഫ്രഷ് ക്രീമും കാരമലൊക്കെ ചെയ്ത് ഒഴിച്ചില്ലേ, ആ ക്രീമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂട്ടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അഥവാ ഈ സോസ് കട്ട പിടിക്കുകയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി, അലിഞ്ഞ് വരും കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ ക്രീം തേഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചും കൂടി എടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഞാൻ ക്ലിയറാക്കി. പിന്നെ മക്കളൊക്കെ മൈലാഞ്ചി ഇടാനൊക്കെ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലൊക്കെ പോയിരിക്കുക കേട്ടോ. അവിടെ ഇരുന്നിട്ടാണ് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പാലൊഴിച്ച് അതിലേക്ക് ഫ്രഷ് ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മേരിഗോൾഡ് ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. മേരിഗോൾഡ് ബിസ്ക്കറ്റ് ഞാൻ നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ ബിസ്ക്കറ്റ് ഞാൻ ഈ പാല് ഞാൻ ആ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇനി ഇതിലാണ് കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് മുക്കി വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇതിൽ ബിസ്ക്കറ്റും ഒക്കെ മിക്സ് ചെയ്ത് അതിങ്ങനെ എടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക. അങ്ങനെ ബിസ്ക്കറ്റുകൾ ഫുള്ള് ഞാൻ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട്. ഇങ്ങനെ മുഴുവനായിട്ട് ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആ മിക്സില്ല അത് ഞാൻ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ആ സോസ് ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതും ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടിച്ച് വെച്ച ആ ബദാമും ഇതൊക്കെ നുറുക്കിയതോ വലിയ അതും ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അത് മൊത്തമായിട്ട് കവറാവുന്നത് വരെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നന്നായി ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബദാമും കാരമലോടും പൊടിച്ചെടുത്ത അതില്ലേ
അതിന് മുകളിൽ വിതറി കൊടുത്താൽ മതി കേട്ടോ. വേറെ എന്തെങ്കിലും ഡെക്കറേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമാച്ചെങ്കിൽ അതും ചെയ്യാം കേട്ടോ. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റാണ്. അങ്ങനെ നാളേക്ക് ഫുഡ് ഷവായയും മന്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഷവായക്ക് 3 ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 3 ഞാൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ അപ്പോൾ തന്നെ കയറ്റിയിട്ടുണ്ട്, ഉച്ചക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുഡിങ് മൊത്തം ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം സുബൈക്ക് തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് പോയത്. പിന്നെ ഷവായ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ആദ്യം ഇട്ടതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. പിന്നെ മന്തിയും പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, പക്ഷേ പെരി പെരി ചിക്കൻ മന്തിയായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ആകുമ്പോഴത്തെ വീഡിയോ ലെങ്ത് ആവുമെന്ന് കരുതിയിട്ട് ഈ മന്തിയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കണ ഇതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് ഗസ്റ്റൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല. പിന്നെ വന്നവരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ ദിവസമല്ലേ ഞങ്ങൾക്ക് എവിടെയും പോകാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് ഞങ്ങൾ എവിടെയും പോയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് വീട്ടിലേക്കൊക്കെ പോയത്. ഞാൻ പുഡിങ് കട്ട് ചെയ്ത് നോക്കുകയാണ്. എല്ലാ പ്രാവശ്യമില്ലേ ബീച്ചിൽ ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാവരും പോകട്ടോ. ഞങ്ങൾ പോയാലും എവിടെയെങ്കിലൊക്കെ ആയിട്ടൊന്ന് പോയിട്ട് വരും കേട്ടോ. പ്രാവശ്യമില്ലേ ഞങ്ങൾ വിചാരിച്ച് എവിടെയും പോകേണ്ട. തൽക്കാലം നമ്മളിവിടെ അടുത്തുള്ള നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പ്രകൃതി ഭംഗിയായിട്ടുള്ള നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. നടന്ന് പോകാനില്ല, ഞങ്ങൾക്ക് ഇത്രയൊന്നുമില്ല, പക്ഷെ ഭയങ്കര കയറ്റാണ്. അങ്ങനെ പോകണം. അപ്പോൾ ഞങ്ങളിത് വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരികയാണ്. അങ്ങനെ കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ എത്തിയപ്പോൾ അവിടെ നല്ലൊരു കോറി ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതിങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നല്ല ഭംഗിയുണ്ട് അവിടുത്തെ ചുറ്റുപാടും, കാടുകളും അലകളും നല്ല ഭംഗിയാട്ടോ അവിടെ കാണാൻ. പോയാൽ അവിടെ കുറേ നേരം ഇരുന്ന് പോകും ഞങ്ങൾ. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. മോന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ. അവന് അതിൻ്റെ ഇഷ്ടം പോലെ നടക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും പിന്നെ ഒരു പാറക്കുള്ളൊരു ഏരിയ ഉണ്ട്, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, പക്ഷെ നമ്മളാരും അവിടെ ഒന്നും പോവില്ല, ഒന്നുമില്ല. ഞങ്ങളില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പോകലുണ്ട് കേട്ടോ അവിടേക്കൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പ്രാവശ്യം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ സ്ഥലം പരിചയമുള്ളവരായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പോകുമ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ പല തമാശകളും പറഞ്ഞ് അങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ പോകുന്നിടയിൽ എൻ്റെ ചെറിയ മോളെ കാലിന് മുള്ള് തട്ടിട്ടോ. എവിടെ ഒന്ന് മുള്ള് കുത്തിയെന്ന് പറഞ്ഞിട്ട് അവളവിടെ ഇരിക്കുകയായിരുന്നു, നടക്കാൻ വയ്യാന്ന് പറയുമായിരുന്നു. അങ്ങനെ ബ്രദറുണ്ട് കൂടെ, ബ്രദർ ആ മുള്ളൊക്കെ എടുത്ത് കൊടുത്ത്. അപ്പോൾ അവന് കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നടന്ന് പോകണമെന്നങ്ങ് പറയാണ്, പക്ഷെ അവൻ നടന്നാൽ ഇപ്പോഴൊന്നും എത്തൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ ആ പാറക്കുള്ള ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ഒരു ഭാഗം നല്ല താഴ്ചയാണ്. അപ്പം മോനെ അവിടെ വീണ് പോകുന്നൊക്കെയുള്ള പേടിയാണ് ഞങ്ങൾക്ക്. അവനൊരു പേടിയില്ല, നല്ല സ്ഥലമല്ലേ, അവൻ അവിടെ ഓടി കളിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ അവനെ പിടിക്കാനായിട്ട് ഞങ്ങൾക്കും ഇതൊരു പണിയായി. അവനെ കൊണ്ടുപോകുന്നത് വലിയ ഇടങ്ങേറായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു.
ആ സമയത്ത് അവിടെ വെയിലോ ഒന്നുമില്ല. അതിന് താഴെ ഒരു വലിയ കുളമൊക്കെ ഉണ്ട്. പക്ഷെ ഷൂട്ടിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അവിടെ ആരൊക്കെയോ കുളിക്കുന്നൊക്കെ ഉണ്ട് തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങളത് അധികം ഷൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നല്ല രസമുള്ള സ്ഥലമാണ്. ഒരുപാട് സ്ഥലത്തേക്ക് നീണ്ടു കിടക്കുന്നൊരു പാറയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. പക്ഷേ ഒരു ഭാഗം ഫുള്ളായിട്ട് താഴ്ചയാണ്. അപ്പം അധികം അങ്ങോട്ടൊന്നും നടക്കാൻ പേടിയാണ്. അങ്ങോട്ട് വീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. മോനെ നോക്കണേ നല്ല പണിയാണ്. അവന് ക്രിസ്മസിൻ്റെ സമയമല്ലേ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് അവിടെയൊക്കെ ഇരുന്ന് അവനാണെങ്കിൽ വിളിച്ചോടൊക്കൊന്നും കിട്ടുന്നേ ഇല്ല. അവിടെ തൂങ്ങിയിരിക്കുക. അവൻ്റെ ഒപ്പിച്ച് കുറേ അവന് കൂടെ കൂടുന്നുണ്ട്. ഈ കായ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അറിയുന്നവരുണ്ടെങ്കിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ മയിലിനെ ഷൂട്ട് ചെയ്തിന് കേട്ടോ. അതാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.